വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം ആയുധമാക്കി രാഷ്ട്രീയ നേട്ടത്തിന് ബി.ജെ.പി. ക്രൈസ്തവ വോട്ടുകളിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ വേട്ടയും ഓർഗനൈസറിലെ ലേഖനവും ആയുധമാക്കുകയാണ് യു.ഡി.എഫും എൽ.ഡി.എഫും. കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെക്കുകയാണ് ബി.ജെ.പി. മുനമ്പം താമര വിരിയാനുള്ള പുതുവഴിയെന്ന് കണക്കുകൂട്ടുന്നു നേതൃത്വം. വഖഫിലെ KCBC നിലപാട് പ്രധാന വഴിത്തിരിവ്. പുതിയ സാമൂഹിക ഫോർമുല രൂപപ്പെടുത്താൻ സജീവ അണിയറ നീക്കം. മുനമ്പത്ത് ഭൂമി പ്രശ്നം നേരിടുന്ന 50 പേരാണ് ഇതിനകം ബി.ജെ.പിയിലെത്തിയത്. 15-ന് കേന്ദ്രമന്ത്രിമാരെ അണിനിരത്തി മുനമ്പത്ത് നന്ദി മോദി പരിപാടി സംഘടിപ്പിക്കും. സമരസമിതിയെയും പരിപാടിക്കെത്തിക്കും. കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ചേർത്ത് പിടിച്ചെന്ന വികാരത്തിലാണ് സമരസമിതിയുടെ ഭാഗമായവർ. സത്യത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തിന് വേണ്ടിയല്ല അവർ ചെയ്തത്, രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്തത്. മുനമ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ടാണ്. ആ നന്മയിലൂടെ മുനമ്പം രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സുദിനത്തിൽ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി മധ്യ കേരളത്തിൽ മുന്നേറ്റത്തിന് പ്രധാന ശ്രമം. തൃശൂർ മോഡൽ പരമാവധി ഇടങ്ങളിൽ പയറ്റും. ക്രൈസ്തവ നേതാക്കൾക്ക് കൂടുതൽ പരിഗണന. സഭകളുമായി പുതിയ നയതന്ത്രം. എതിരാളികളെ പൂട്ടാൻ കേന്ദ്ര ഏജൻസികൾ സജീവമാകുന്നതും യാദൃശ്ചികമല്ല. എന്നാൽ സഭകളുടെ ആസ്തി സംബന്ധിച്ച ഓർഗനൈസർ ലേഖനം കോൺഗ്രസും ഇടതുപക്ഷവും ആയുധമാക്കുന്നു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ വേട്ടയെന്ന പരാതിയും എതിരാളികൾ ചർച്ചയാക്കുന്ന ചർച്ച് ബിൽ സാധ്യതയും ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.